പല കാര്യങ്ങൾക്കായും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നിലവിളിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മുടെ അപേക്ഷയിൽ എന്ത് മറുപടിയാണ് നൽകുവാനുള്ളതെന്ന ദൈവസ്വരത്തിനായി നാം ചെവികളെ തുറക്കാറില്ല എന്നതാണ് സത്യം. ഹബക്കൂക്ക് പ്രവാചകൻ ഒരുപാട് ആവലാതികളുമായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നു. നീതിയും ന്യായവും ഇല്ലാത്ത തൻ്റെ ജനത്തിന് വേണ്ടി പ്രവാചകൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് മറുപടിയാണ് ദൈവത്തിൽ നിന്നും ലഭിക്കുക എന്നറിയുവാൻ ഹബക്കൂക്ക് പ്രവാചകൻ കാത്തിരിക്കുന്നു. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം. തൻ്റെ ആവലാതിയെ സംബന്ധിച്ച് യഹോവ എന്തുത്തരമരുളൂ എന്ന് കേൾക്കുവാൻ ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? സങ്കടം വരുമ്പോൾ പരാതികളുടെ പെട്ടി തുറന്നു വച്ചിട്ട് നിലവിളിച്ച് എണീറ്റ് പോകുന്നവരാണോ നാം? അതോ ഈ കാര്യത്തിൽ ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനുള്ളതെന്ന് ചെവി തുറന്ന് കേൾക്കുവാൻ വെമ്പുന്നവരാണോ നാം? യേശു വിത്ത് വിതയ്ക്കുന്ന വിതക്കാരന്റെ ഉപമ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചവരായ നാം ഏത് പ്രതിസന്ധികളിലും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. അത് ദൈവവചനത്തിൽ കൂടിയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. മനുഷ്യരുടെ ചെവികൾ ദൈവസ്വരം കേൾക്കാതെ കൊട്ടിയടച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത് വചനം. കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞു. പ്രാർത്ഥനയിൽ നമ്മുടെ ചെവികളെ തുറന്നാൽ ദൈവഹിതം അറിയുവാൻ കഴിയും. ദാവീദ് ദൈവശബ്ദം ശ്രവിക്കുവാൻ ചെവികളെ തുളച്ചു. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 40-ാം സങ്കീർത്തനം അതിൻ്റെ 6-7 വചനങ്ങൾ. ഇന്ന് ദൈവഹിതം അറിയുവാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തക ചുരുളായ വചനം തന്നിട്ടുണ്ട്. ദൈവഹിതം ആരാഞ്ഞറിയുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ചെവി തുറക്കപ്പെടണം, കണ്ണുകൾ തുറക്കപ്പെടണം. യേശുവിന്റെ മരണശേഷം 2 പേർ നിരാശയോടെ യെരുശലേമിൽ നിന്നും എമ്മൂവേസ് എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയതായി നാം കാണുന്നു. അവർ സംസാരിച്ചും തർക്കിച്ചും നടന്നു. യേശു അവരുടെ കൂടെ നടന്ന് തന്നെക്കുറിച്ചുള്ള സകല തിരുവെഴുത്തുകളെയും വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ യേശുവിന്റെ ശബ്ദം ശ്രവിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവർക്ക് ബോധ്യപ്പെട്ടു. അവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി എന്ന് നാം കാണുന്നു. ഹബക്കൂക്ക് ദൈവികമായ അരുളപ്പാടിന് വേണ്ടി കൊത്തളത്തിൽ കാത്തിരുന്നു. യഹോവ അവനോട് പറഞ്ഞു, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 4-ാമത് വചനം. നിലവിളിച്ച് അനേകം ആവലാതികളുമായി വന്ന പ്രവാചകൻ ദൈവശബ്ദത്തിന് ചെവി തുറന്നു കൊടുത്തപ്പോൾ ഒരു കാര്യം പ്രവാചകന് ബോധ്യമായി. ദൈവത്തിന് സകലത്തിനും ഒരു തക്ക സമയമുണ്ടെന്ന്. അത് ദൈവിക പദ്ധതി പ്രകാരം മാത്രമേ നിറവേറുകയുള്ളൂ എന്ന്. 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാചകന്റെ നിലവിളി സംഗീതമായി മാറി. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് ബലമായി നിൽക്കുന്നത് കൊണ്ട് താൻ എന്നും സന്തോഷിക്കുമെന്ന് പറഞ്ഞ് ഹബക്കൂക്ക് പ്രവചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൽ നാം ആഗ്രഹിച്ച പോലെ പലതും നടന്നിട്ടില്ലായിരിക്കാം. നമ്മുടെ പ്രവൃത്തികൾ ഉദ്ദേശ ഫലം നൽകിയിട്ടില്ലായിരിക്കാം. എങ്കിലും ദൈവം സകലവും നന്മയ്ക്കായി തീർക്കും എന്ന പ്രത്യാശയാൽ ഹബക്കൂക്ക് പ്രവാചകന്റെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും
ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ മാൻപേടകൾ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.